നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. അനിമേഷൻ മേഖല അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലൊക്കെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു കാലത്ത് പലരും ധരിച്ചിരുന്നത് ഇനി ഫ്യൂച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതോടുകൂടി ഇനി ഡിസൈനിങ്ങിലും ഗ്രാഫിക് ഡിസൈനിങ്ങിലും ഒന്നും പ്രത്യേകിച്ച് ജോലി അവസരങ്ങൾ ഇല്ലാതാകും എന്ന് പ്രതീക്ഷിച്ച ആൾക്കാരുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല റിയാലിറ്റി. ഇപ്പോഴും നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സിന് എക്സ്ട്രീം ഹൈ ഡിമാൻഡുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഇൻഫോ പാർക്കിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നല്ല ഒരു കമ്പനി മികച്ച ഒരു പൊസിഷനിലേക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ തേടുന്നുണ്ട്. ആ അവസരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അതിന് വേണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏത് ഡേറ്റിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയും. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലെ ഒരു തൊഴിൽ താല്പര്യമുള്ളവർ തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇൻഫോ പാർക്കിലുള്ള അതായത് തപസ്യ ബിൽഡിങ്ങിൽ ഫേസ് 1 ഇൻഫോ പാർക്ക് തപസ്യ ബിൽഡിങ്ങിൽ കാക്കനാട് തന്നെയുള്ള ഇൻഫോ പാർക്കിൻ്റെ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് വയലറ്റ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ വയലറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ആവശ്യമുള്ളത്. അപ്പോൾ ഇവർ ഇതിനകത്ത് ഒരു കാര്യം സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് പലപ്പോഴും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മറ്റ് മേഖലകളിൽ പഠിച്ച കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ BSc ഫിസിക്സോ കെമിസ്ട്രി മാത്സോ ഒക്കെ പഠിച്ചു, അല്ല BA ഇംഗ്ലീഷ് പഠിച്ചു, BCom കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു 6 മാസത്തെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സൊക്കെ പഠിച്ചവർ പല കമ്പനികളും ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ട് ജോലി ചെയ്യാറുണ്ട്. പക്ഷേ ഈ കമ്പനി വയലറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞവർ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ നോളജുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിനെയാണ് തേടുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഇവരെ ഗ്രാഫിക് ഡിസൈനിങ്ങിലുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അറിയാം, ആ ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു പ്രൊഫൈലല്ല ഇത്. ഇവർ പറഞ്ഞിട്ടുള്ളത് മൾട്ടിമീഡിയ ആർട്സ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ, ഈ 2 ഡൊമൈനുകളിൽ ഡിഗ്രി ഉള്ളവർക്ക് ആണ് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടിമീഡിയ റിലേറ്റഡ് ഡിഗ്രി വേണം, അതും അല്ല എങ്കിൽ ഗ്രാഫിക് ഡിസൈനിൽ തന്നെയുള്ള ഒരു ഡിഗ്രി. അപ്പോൾ കൃത്യമായി ഈ മേഖലയിൽ നിങ്ങൾ ചെയ്തവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ ഈ മേഖലയിൽ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ ഒരു 2 വർഷം വരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 1-2 വർഷം, അല്ലെ 1 വർഷം വരെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, 2 വർഷമാണെങ്കിലും ഓക്കെയാണ്. ഒരുപാട് സീനിയർ കാൻഡിഡേറ്റ്സിനെ അവർ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത്. 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ. അപ്പോൾ തീരെ ഫ്രഷേഴ്സ്, അതായത് ഈ വർഷം പഠിച്ചിറങ്ങിയവർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചൊരു അനുഭവം വരിക, ഒരു 6 മാസം 1 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു മികച്ച അവസരമായിരിക്കും ഇത്. അപ്പോൾ ഇവർക്ക് അറിയേണ്ട, നിങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജികൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മോഷൻ ഗ്രാഫിക്സിൽ ഉള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ 3D ഡിസൈൻ, സിനിമ 4D, ബ്ലെൻഡർ, ഇതുപോലെയുള്ള അനിമേഷൻ ടൂളുകളിൽ ഏതെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കണക്കാക്കും. മോഷൻ ഗ്രാഫിക്സ്, 3D ഡിസൈൻ, സിനിമ 4D, ദെൻ ബ്ലെൻഡർ, ഇതിലേതെങ്കിലും ഒന്നിലൊക്കെ ഉള്ള നോളജ് ഒരു അഡീഷണൽ സ്കില്ലായി കണക്കാക്കും എന്നേ പറയുന്നുള്ളൂ. ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊരു മുൻഗണന നൽകും എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അഡോബിയുടെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ, ഇതൊക്കെ നാച്ചുറലി ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചവർക്ക് നാച്ചുറലി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും അറിഞ്ഞിരിക്കണം. അതുപോലെ അത്തരം ടൂൾസിനെയൊക്കെ ഉപയോഗിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ടൈപ്പോഗ്രഫിയെക്കുറിച്ചും കളർ തിയറിയെക്കുറിച്ചും കോമ്പോസിഷനെക്കുറിച്ചും ഒക്കെയുള്ള നല്ല വ്യക്തമായ ഒരു ധാരണ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ നല്ലൊരു പോർട്ട്ഫോളിയോ. എപ്പോഴും ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ് ഒക്കെ മേഖലയിലുള്ളവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത്തരം കമ്പനികൾ അവരുടെ ആപ്ലിക്കേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ റെസ്യൂമേ അയക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ അയക്കുക. നിങ്ങൾ ചെയ്ത വർക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായി നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്ന വർക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനെ ഒരു വെബ് പോർട്ട്ഫോളിയോ ആക്കുക. ഓൺലൈനായിട്ട് കാണാവുന്ന ഒരു PDF ഫോർമാറ്റിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു വെബ് ഫോർമാറ്റിൽ ഉണ്ടാക്കി അതിൻ്റെ ലിങ്ക് ഇട്ടാൽ മതി. എന്തായാലും നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുക. അതിൽ നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി കാണാവുന്ന രീതിയിലുള്ളൊരു പോർട്ട്ഫോളിയോ ആയിരിക്കണം. അത് ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു റെസ്യൂമേ, ഈ 2 സാധനം കൂടെ ചേർത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള ഇമെയിൽ ID ഒന്ന് സെൻഡ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 25th, 2025. 25 ജനുവരി 2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോയും നിങ്ങളുടെ റെസ്യൂമേയും സഹിതം ആ ഇമെയിലിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ തൊഴിൽ നോക്കുന്ന
ഒരു വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള വയലറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഈ കമ്പനി നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ എത്തിപ്പറ്റാൻ എങ്കിലും ഉള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നടത്തുക. തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വീഡിയോസ്, ഒന്നിലധികം വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ അവസരം ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങളിലൂടെ അവർക്കും അതൊരു ഉപകാരമായി മാറിയെന്നിരിക്കാം. Once again, thanks for watching this video. Wish you all the best.